സംസ്ഥാനത്ത് ചൂട് കൂടിയതിന് ശേഷം ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊന്ന് എന്നത് പാമ്പ് കടി ഏൽക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നു എന്നത് തന്നെയാണ്. അതിന് കാരണമായി ഇപ്പോൾ നിരീക്ഷകർ വിലയിരുത്തുന്നതും ഈ ചൂട് തന്നെയാണ്. കാരണം ഉയർന്ന ചൂട് എന്നത് പാമ്പുകൾക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. ഏതാണ്ട് ഒരു 28 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് പാമ്പുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ തുടരാൻ പറ്റുന്ന ആവാസ വ്യവസ്ഥ. അതിൽ കൂടുതൽ ചൂടുണ്ടാകുമ്പോൾ അവർ കൂടുതൽ തണുപ്പ് തേടി സഞ്ചരിക്കും എന്നാണ് ഈ മേഖലയിൽ ഉള്ളവർ പറയുന്നത്. അങ്ങനെ പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഇതാ കോഴിക്കോട് കുറ്റ്യാടിയിൽ വീടിനുള്ളിൽ നിന്ന് 5 പാമ്പുകളെ പിടികൂടിയിരിക്കുകയാണ്. മീത്തലെ കാപ്പുമ്മൽ സ്വദേശിയായിട്ടുള്ള രമേശിൻ്റെ വീട്ടിൽ നിന്ന് ആണ് പാമ്പുകളെ പിടികൂടിയത്. കുട്ടികൾ കിടന്നു ഉറങ്ങിയ കിടക്കയിലാണ് വിഷപ്പാമ്പിനെ ആദ്യം കണ്ടത് എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന സംഭവം. വെള്ളിക്കട്ടൻ ഇനത്തിലുള്ള പാമ്പുകളെയാണ് പിടികൂടിയത്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് കുട്ടി എഴുന്നേൽക്കുന്നൊരു സമയം 7 മണി 7:30 അപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടി എണീറ്റപ്പം തന്നെ മോളും 1 വയസ്സുള്ളൊരു ചെറിയൊരു മോനും ഉണ്ട്. അപ്പോൾ ഒരു രണ്ടാളും എണീച്ചപ്പോൾ വൈഫ് എണീക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് തലേൻ്റെ അടുത്തായിട്ട് ഒരു വലിയൊരു വെള്ളിക്കട്ടൻ പാമ്പിനെ അവിടെ നിന്ന് പിടിച്ചു. അത് കഴിഞ്ഞ് ഒരു ഉച്ച സമയത്ത് വീണ്ടും വീടൊക്കെ നന്നാക്കി ആ സമയത്ത് പിന്നെയും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 എണ്ണത്തിനെ പിന്നെയും കിട്ടി. അതിന് ശേഷം പിന്നെ വീട്ടിൽ രാത്രിയായി ഒരു 7:30-8 മണീൻ്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് ബാത്റൂമിൽ പോകേണ്ടിയിട്ട് അകത്തുള്ള ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടുന്ന് വീണ്ടും ഒന്നിനെ കിട്ടി. അതിന് ശേഷം റൂമെല്ലാം ഒന്ന് അരിച്ച് പെറുക്കാൻ വേണ്ടി എല്ലാം ക്ലിയർ ചെയ്ത് അപ്പം പിന്നെയും വീണ്ടും ഒന്നിനെ കിട്ടി. അങ്ങനെ വീട്ടിൽ നിന്ന് 5 എണ്ണത്തിനെയാണ് ഇപ്പോൾ വെള്ളിക്കെട്ടനെ കിട്ടിയത്. വീടിൻ്റെ അകത്ത് കോണിക്കൂടിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾസ് ഉണ്ടായിരുന്നു. അത് എല്ലാവരും നാട്ടുകാരെല്ലാവരും സഹായിച്ച് ആ കോൺക്രീറ്റൊക്കെ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് സഹായിച്ച് തന്നിട്ടുണ്ട്. എല്ലാവരും നല്ലോണം ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ഭയമാണ്. കാരണം 1 വയസ്സ് ചെറിയൊരു മോനാണ്, അതുപോലെ തന്നെ മോളും ഉണ്ട്. മോളെ ഇപ്പം തന്നെ ഞാൻ ഓളെ വീട്ടിലേക്ക് പറഞ്ഞാച്ചി. പേടി കൊണ്ട് ഞാളിനി തറവാട്ടിലേക്ക് പോകേണ്ട പരിപാടിയിലാണ്. ഇനിയും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് ചോദിച്ചവരൊക്കെ. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, തുടർച്ചയായി നമ്മൾ നൽകുന്ന വാർത്തകളിൽ നമുക്കറിയാം തൃശ്ശൂരിൽ ഒരു കുട്ടി കിടപ്പുമുറിയിൽ വെച്ചാണ് പാമ്പുകടിയേറ്റ് പിന്നീട് മരണപ്പെടുന്നത്. തിരുവനന്തപുരത്ത് അത് അടച്ചുറപ്പില്ലാത്തൊരു വീടായിരുന്നു. അവിടെയും ഒരു കുട്ടിക്ക് ഉറങ്ങുന്ന സമയത്ത് പാമ്പുകടി ഏൽക്കുന്നു. ഈ വീടിനുള്ളിൽ കയറുകയും കിടപ്പുമുറിയിൽ കയറുകയും കിടക്കയിൽ കയറുകയും ഒക്കെ ചെയ്യുന്നു. ഇപ്പോഴത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഒരു പക്ഷേ ഇത് കേൾക്കുന്നവർക്ക് പോലും ഏറെ അത്ഭുതമാണ്. ഇങ്ങനെയൊക്കെ ഒരു പാമ്പിനകത്ത് കയറി ഒളിച്ചിരിക്കാനൊക്കെ പറ്റുമോ എന്ന് പോലും സംശയിക്കുന്നവരുണ്ടാകാം. ഇതെന്താണ് ഈ വീടിൻ്റെ ഒരു പശ്ചാത്തലം? വനപ്രദേശമാണോ? ഇപ്പോൾ വനപ്രദേശത്തല്ലാത്ത ഇടങ്ങളിൽ പോലും വീടിനകത്ത് നിന്ന് പാമ്പിനെ പിടികൂടുന്നു എന്നതാണല്ലോ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അഭിലാഷ്, നേരത്തേക്കുള്ള പലരുടെയും കാഴ്ചപ്പാട് വൃത്തിഹീനമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ വനത്തോട് ചേർന്ന മേഖലകൾ അല്ലെങ്കിൽ കുറ്റിക്കാട്ട് പിടിച്ചു കിടക്കുന്ന ഇടങ്ങളോട് ചേർന്ന ഇടങ്ങൾ, ഇത്തരം ഇടങ്ങളിലൊക്കെയാണ് പാമ്പുകൾ ഉള്ളത് എന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. വൃത്തിയായ വീട് അല്ലെങ്കിൽ തേച്ച ചുമരുകളുള്ള ടൈൽ പാകിയ തറകളൊക്കെ ഉള്ള ഇടങ്ങളിൽ പാമ്പുകൾ കഴിഞ്ഞു വരാൻ കഴിയില്ല, ഇത്തരം ഇടങ്ങളിലേക്ക് കയറാൻ കഴിയില്ല എന്നിങ്ങനെയുള്ള കണക്കൂട്ടലാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. എന്നാൽ അതൊക്കെ തെറ്റിക്കുന്ന കാഴ്ചകളും ദൃശ്യങ്ങളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾക്ക് വിവിധ ഇടങ്ങളിൽ നിന്നായി കാണാൻ കഴിയുന്ന. നല്ല വൃത്തിയുള്ള വലിയ വീടുകൾക്കുള്ളിൽ പോലും ടൈലുകൾക്കൊക്കെ ഉള്ളിൽ കൂടി ഇഴഞ്ഞൊക്കെ പോലും പാമ്പുകൾ അകത്തേക്ക് എത്തുന്ന ഒരു കാഴ്ച. ഇവിടെ തന്നെ 1 വയസ്സുള്ള ഒരു ആൺകുട്ടിയും 8 വയസ്സുള്ള ഒരു പെൺകുഞ്ഞുമാണ് ഉണ്ടായിരുന്നത്. അവർ കിടന്നുറങ്ങിയ കിടക്കയുടെ സമീപത്താണ് ഈ പാമ്പിനെ കാണുന്നത്. ആദ്യം ഒരു വെള്ളിക്കട്ടൻ പാമ്പിനെ കാണുന്നു, അതിനെ പിടിച്ചു മാറ്റുന്നു. അതിനുശേഷമാണ് പിന്നീട് അധിക നേരം കഴിയും മുമ്പാണ് 8 വയസ്സുള്ള കുട്ടി ബാത്റൂമിൽ കയറിയപ്പോൾ അവിടെയും അടുത്ത പാമ്പിനെ കാണുന്നത്. പിന്നീട് മറ്റു മുറികൾ കൂടി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോൾ 3ാമതൊരു പാമ്പിനെ ലഭിക്കുന്നു. തുടർന്ന് വീണ്ടും ആളുകളൊക്കെ എത്തി പരിശോധന നടത്തുമ്പോൾ വീണ്ടും പാമ്പിനെ ലഭിക്കുന്നു. അങ്ങനെ 5 പാമ്പുകളാണ് ഒറ്റ ദിവസത്തിനുള്ളിൽ ആ വീട്ടിൽ നിന്ന് മാത്രം കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ആദ്യത്തെ പാമ്പിൻ്റെ സാന്നിധ്യം അറിയാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ കുട്ടികളടക്കം കിടന്നുറങ്ങുമ്പോൾ വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങനെ. മറ്റിടങ്ങളിലും ബാത്റൂമിലും മറ്റു മുറിയുടെ ഇടങ്ങളിലുമൊക്കെയായി പാമ്പുകൾ ഇരിക്കുമ്പോൾ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ കുട്ടികളൊക്കെയാണ് വീട്ടിലുള്ള ഓടി നടക്കും. മുതിർന്നവരുള്ള കുടുംബമാണ്. ഒരുപക്ഷെ വലിയൊരു അപകടത്തിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യാം. നേരത്തെ അഭിലാഷ് സൂചിപ്പിക്കുന്ന തൃശ്ശൂരിൽ ആ കുട്ടി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെയും വെള്ളിക്കട്ടൻ തന്നെയാണ് വില്ലനായി മാറിയത്.
മാറിയത്. തിരുവനന്തപുരത്തും വെള്ളിക്കെട്ടൻ്റെ കടിയേറ്റാണ് മരിക്കുകയും ചെയ്തത്. എന്തായാലും മറ്റു ചില പാമ്പുകളെ പോലെയൊന്നുമല്ല, വെള്ളിക്കെട്ടൻ കടിച്ചാൽ പെട്ടെന്ന് അറിയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. വല്ലാത്ത ഒരു വേദനയോ അല്ലെങ്കിൽ വലിയ അസ്വസ്ഥതകളോ ഒന്നും പെട്ടെന്ന് ഉണ്ടാകുന്നില്ല. പക്ഷേ വിഷം ശരീരത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടമാവുകയും അപ്പോഴാണ് ആ പാമ്പടിയെക്കുറിച്ചുള്ള ഒരു ബോധം അല്ലെങ്കിൽ പാമ്പ് കടിച്ചിരുന്നല്ലോ എന്നൊരു തോന്നൽ പോലും ഉണ്ടാവുന്നതെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെള്ളിക്കെട്ടൻ കടിച്ച് കൂടുതൽ മരണങ്ങൾ ഉണ്ടാവുന്നത്. ഈ മൂർഖൻ പോലെ അല്ലെങ്കിൽ മറ്റ് വലിയ വിഷമുള്ള അല്ലെങ്കിൽ വലിയ പാമ്പുകൾ ഒക്കെ കടിക്കുമ്പോൾ വലിയ തോതിൽ ശരീരത്തിന് വേദന അനുഭവപ്പെടുകയും മുറിപ്പാടുകൾ വലുതായി രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അത് ഉണ്ടാവുന്നില്ല. ഒപ്പം വീടിനോട് ചേർന്ന ഇടങ്ങളിൽ ചെറിയ കുറ്റിക്കാടുകളിലൊക്കെ അല്ലെങ്കിൽ കുഴികളിലൊക്കെ ഈ വെള്ളിക്കെട്ടൻ്റെ സാന്നിധ്യം ഉണ്ടാവും. പക്ഷേ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ അത് ചൂടിൽ നിന്നും രക്ഷപ്പെടാനായി സുരക്ഷിതമായ ഇടങ്ങൾ തേടി തണലുള്ള സ്ഥലങ്ങൾ തേടി പോകുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ തന്നെ രമേശൻ പറഞ്ഞതുപോലെ ഒരു ചെറിയ പൊത്തുണ്ടായിരുന്നു. ആ പൊത്തിൽ കൂടെ ആവാം ആ പാമ്പ് അകത്തേക്ക് കയറിയത്. അകത്ത് കയറിയ ശേഷം ഈ തണുപ്പുള്ള ഇടങ്ങൾ തിരഞ്ഞ് ഓരോ പാമ്പിൻ കുഞ്ഞുങ്ങളും അകത്തേക്ക് പല ഇടങ്ങളിലായി പോയതെന്ന് നമുക്ക് കരുതാൻ കഴിയും. ചില ഇടങ്ങളിൽ നമുക്ക് കാണാറുണ്ട് ഈ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെ കണ്ടു കഴിയുമ്പോൾ ഈ തെരച്ചിൽ നടത്തി ഈ അടിത്തറയും അല്ലെങ്കിൽ ഭിത്തിയും ഒക്കെ പൊളിച്ചു നീക്കുമ്പോൾ വലിയൊരു കൂട്ടം പാമ്പുകളുടെ ഒരു കൂട്ടം തന്നെ കാണുന്ന രീതിയിലേക്കുമൊക്കെ കാര്യങ്ങൾ മാറാറുണ്ട്. ഒരുപക്ഷെ നേരത്തെ കാട്ടിനുള്ളിലോ പൊത്തിനുള്ളിലോ ഒക്കെ കഴിഞ്ഞിരുന്ന പാമ്പുകൾക്ക് അവിടെ ചൂട് അസഹനീയമാകുമ്പോൾ അവ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ ചുമരിലൂടെയും മറ്റുമൊക്കെ കയറാനുള്ള കഴിവും ഈ വെള്ളിക്കെട്ടൻ പാമ്പിനുണ്ട് എന്ന് പറയുന്നു. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് നമ്മൾ കാണേണ്ടത് ഈ ബാത്റൂമുകളോട് ചേർന്നൊക്കെ പലയിടത്തും ഈ പൈപ്പുകൾ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ പലരുടെയും ധാരണ ഈ പ്ലാസ്റ്റിക് പൈപ്പുകൾ വഴിയൊന്നും ഈ പാമ്പുകൾക്ക് പിടിച്ചു കയറാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ വളരെ സുതാര്യമായ തേച്ച ഭിത്തികൾ കൂടി ഒന്നും കടന്നു കയറില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ വരിയായി അല്ലെങ്കിൽ ഈ വലം ചുറ്റിയാണ് ഈ പൈപ്പുകളിൽ കൂടി പാമ്പുകൾ പലപ്പോഴും അകത്തോട്ട് കയറുന്നത്. വെന്റിലേഷനും മറ്റുമൊക്കെ, പ്രത്യേകിച്ചും ഈ ബാത്റൂമുകളിലെ വെന്റിലേഷനും മറ്റുമൊക്കെ പലപ്പോഴും ജനലുകൾ തുറന്നിടുന്ന ഒരു സാഹചര്യമുണ്ട്. ചൂടുകാലങ്ങളിൽ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചൂടുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും ജനാലകൾ പൂർണ്ണമായും തുറന്നിട്ടാണ് കിടക്കുന്നത്. വലിയ ചൂടാണ്, പലപ്പോഴും കറണ്ട് പോലും ഇല്ലാത്ത അവസരങ്ങളുണ്ടാവും. ജനാലയോട് ചേർന്ന് മറ്റ് ചെടികൾ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ ചെടികൾക്ക് അപ്പുറം മതിലിനോട് ചേർന്ന് വീണ്ടും കാടുകളൊക്കെ ഉണ്ടാവും സാഹചര്യം. അങ്ങനെ ഈ കാടുമായി അല്ലെങ്കിൽ ഈ കുറ്റിക്കാടുമായി പരസ്പര ബന്ധിതമായാണ് കിടപ്പുമുറിയിലേക്കും അല്ലെങ്കിൽ ഹാളിലേക്കും ഒക്കെയുള്ള പ്രവേശന കവാടങ്ങൾ പലപ്പോഴും നിലനിൽക്കുന്നത്. ഈ കുറ്റിച്ചെടികൾ വഴിയൊക്കെ വളരെ അനായാസമായി ഈ പാമ്പുകൾക്ക് അകത്തേക്ക് കയറാൻ കഴിയും. ഒപ്പം ഈ വാതിലും ജനലുകളുമൊക്കെ തുറന്നിടുമ്പോഴും നമ്മൾ ചിലപ്പോൾ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കണമെന്നില്ല ഈ അകത്തേക്ക് കയറുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഒരു വീട്ടിൽ കോഴിക്കോടുള്ള ഈ RRT ടീമിനൊപ്പം പോയപ്പോൾ നമ്മൾ ഒരു വലിയ വീടാണ്, ടൈലൊക്കെ ഇട്ട് വളരെ മനോഹരമായ 2-3 നിലകളുള്ളൊരു വീടാണ്. അതിൻ്റെ ബാത്റൂമിനുള്ളിലാണ് ഒരു പാമ്പിനെ കാണുന്നത്. പിന്നീടാണ് കാണുന്നത് ഒരു തവള ഈ ബാത്റൂമിനുള്ളിലുണ്ട്. ഈ തവളയെ പിന്തുടർന്ന് വന്നതാണ് ഈ പാമ്പെന്നാണ് ഈ RRT സംഘങ്ങൾ പറയുന്നത്. അങ്ങനെ ഈ തവളയും എലിയും ഒക്കെ വരുമ്പോൾ ഇതിനെ പിന്തുടർന്നും പലപ്പോഴും പാമ്പുകൾ വീട്ടിനുള്ളിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെ പൂർണ്ണമായും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ഒപ്പം ഈ വളർത്ത് മൃഗങ്ങളോടൊപ്പം ഈ പൂച്ചയും മറ്റുമൊക്കെ കളിപ്പിച്ചുകൊണ്ട് പാമ്പുകളുമായി പെരക്കകത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഒരുപാട് സാധ്യതകളാണ്. ഈ സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ വിലയിരുത്തി സുരക്ഷിതമായിരിക്കാനുള്ള ഒരു നീക്കം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. ചൂടാവാം, വീടിനുള്ളിൽ ഇരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പോലും ജനാലകളും കഥകളും ഒക്കെ തുറന്നിടുമ്പോൾ വലിയ ജാഗ്രത വേണം. പുറത്തുനിന്നും അകത്തേക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ പൊത്തുകളും അടയ്ക്കുന്ന രീതിയിലുള്ള ശ്രദ്ധയും ഇക്കാര്യത്തിൽ ഉണ്ടാവണം. അഭിലാഷ്, തീർച്ചയായും അനീഷ് സൂചിപ്പിക്കുന്ന പോലെ ഏറ്റവും സുരക്ഷിതം എന്ന് നമ്മൾ കരുതുന്ന ഇടങ്ങൾ പോലും സുരക്ഷിതമല്ല എന്നതാണ് ഇപ്പോഴത്തെ ഈ കാഴ്ചകളിലൂടെ വ്യക്തമാകുന്നത്. സാധാരണ നിലയിലൊക്കെ പാമ്പുകളുടെ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും പല ആളുകൾക്കും പാമ്പ് കടിയേൽക്കുകയും ചിലർ മരണപ്പെടുകയും ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചാൽ അപ്രതീക്ഷിതമാകുന്ന, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ അടക്കം പാമ്പുകളുടെ സാന്നിധ്യം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.